പുനർജന്മം സാധ്യമാണോ എന്ന് ശാസ്ത്രലോകത്തിന് ഇതുവരെ വ്യക്തമായി തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ പുനർജനിച്ചു എന്ന് തെളിയിക്കപ്പെട്ട ജെയിംസ് ലിനിംഗറിന്റെ കഥ അറിയാമോ? ബ്രൂസ് ലിനിംഗറിന്റെയും ആൻഡ്രിയ ലിനിംഗറിന്റെയും മകനായി 1998 ജെയിംസ് മെഡിസൺ ലിനിംഗർ ജനിക്കുന്നത്. ചെറുപ്പത്തിലെ തന്നെ വിമാനങ്ങളോടും കപ്പലുകളോടും പ്രത്യേക താല്പര്യം കാണിച്ചിരുന്ന ജെയിംസിനെ ഒരിക്കൽ അവന്റെ പിതാവ് ഒരു ഫ്ലൈറ്റ് മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന വിമാനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതുപോലെ കുഞ്ഞ് ജെയിംസ് അവ നോക്കി നിന്നു. അവിടുന്ന് തിരിച്ചു വരാൻ അവൻ വിസമ്മതിച്ചു. ഒരു ദിവസം ജെയിംസിനെയും കൂട്ടി അവന്റെ അമ്മ ഒരു ടോയ് ഷോപ്പിലൂടെ നടക്കുമ്പോൾ അവിടെ കണ്ട ഒരു പ്ലെയിൻ ടോയുടെ താഴെ ബോംബുണ്ട് എന്ന് അമ്മ പറഞ്ഞു. എന്നാൽ അത് ബോംബ് അല്ല, അത് ഒരു ഡ്രോപ്പ് ടാങ്ക് ആണ് എന്ന് ജെയിംസ് തിരുത്തി. അത് 2 വയസ്സുകാരന്റെ കുസൃതി നിറഞ്ഞ വാക്കുകൾ മാത്രമാണെന്ന് അവർ കരുതി. എന്നാൽ ശരിക്കും അതൊരു ഡ്രോപ്പ് ടാങ്ക് ആണെന്നും ഡ്രോപ്പ് ടാങ്ക് എന്നത് റേഞ്ച് വലുതാക്കാൻ ഉപയോഗിക്കുന്ന എക്സ്ട്രാ ഫ്യൂൾ ടാങ്ക് ആണ് എന്നും പിന്നീടാണ് അവർക്ക് മനസ്സിലായത്. ജെയിംസിന് 2 വയസ്സായതു മുതൽ അവൻ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് കരയാൻ തുടങ്ങി. എല്ലായ്പ്പോഴും എയ്റോപ്ലെയിൻ തകർന്നു എന്നും അതിൽ തീപിടുത്തമുണ്ടായെന്നും തനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്നും സ്വപ്നത്തിൽ ഞെട്ടിയുണ്ടെന്ന് പറഞ്ഞ് അവൻ കരയുമായിരുന്നു. സ്ഥിരമായി ഇത്തരം സ്വപ്നങ്ങൾ കണ്ട് കരയുന്ന ജെയിംസിൽ അവന്റെ പിതാവിന് സംശയമുണ്ടായി. ജെയിംസിന്റെ പിതാവ് അവനെ അടുത്ത് വിളിച്ച് എന്താണ് അവൻ കണ്ട സ്വപ്നമെന്ന് വിശദമായി ചോദിച്ചു. അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പിതാവ് അമ്പരന്നു.